കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് 1000 കോടി രൂപ പിന്നിട്ടതിനോടനുബന്ധിച്ച് ഗ്രാൻഡ് 1000 പരിപാടി സംഘടിപ്പിച്ച് കേരള വിഷൻ. ആഘോഷ പരിപാടികൾ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കേരള വിഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുള്ള 200-ൽ പരം കമ്പനിയുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ 6ാമത്തെ ഇന്റർനെറ്റ് സേവനദാതാവാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. ഗ്രാമീണ മേഖലയിലെ വയേർഡ് ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളുടെ പട്ടികയിൽ കേരള വിഷൻ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് 1000 കോടി രൂപ പിന്നിട്ടതിന്റെ അനുമോദന സമ്മേളനമാണ് ഗ്രാൻഡ് 1000. കൊച്ചി താജ് വിവാന്തയിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. നിറഞ്ഞ കൈയടി വരട്ടെ. 12 ലക്ഷത്തിലധികം കണക്ഷനുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ്. കേരളത്തിന്റെ അഭിമാന പദ്ധതിയെ കെ-ഫോണിലും കേരള വിഷൻ പങ്കാളിയാണ്. ഏകദേശം നിങ്ങളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് കെ-ഫോണും ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അടുത്ത തവണത്തിൽ 1000 കോടി ക്ലബിൽ കേരള വിഷനും കേരളത്തിന്റെ അഭിമാനമായി വന്നു. നിങ്ങളും ആ ഭാഗമായിരിക്കുകയാണ്. പ്രാദേശിക ചാനലുകളുടെ ഈ കൂട്ടായ്മ നാട്ടിൽ നടക്കുന്ന പോസിറ്റീവായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ സഹായകരമായിരിക്കും. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് അതിനകത്തും വന്നിരിക്കുന്നു. ഒരു അക്കം കൂടി കിടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് വീടുകളിലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് പിന്നെ മഞ്ഞും മഴയും വരും ആ വഴിക്ക് പോകണ്ട എന്ന് കരുതുന്ന കേബിൾ പ്രവർത്തനമല്ല നിങ്ങൾ കാഴ്ചവെക്കുന്നത്. ഓരോ വീട്ടിലും നിങ്ങൾക്ക് ആളുകളെ പേരിട്ട് വിളിക്കാൻ കഴിയുന്നു. അവർക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ മേൽവിലാസം എന്താണ്, അവരിനി മുന്നോട്ട് എങ്ങനെ പോകും, അവരുടെ മൂത്ത മോൻ വിദേശത്ത് പഠിക്കാൻ പോയിട്ട് മടങ്ങി വന്നു, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വിശദാംശങ്ങളും അറിയുന്ന ഒരു കേബിൾ ശൃംഖലയാണ് കേരള വിഷൻ എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ ശൃംഖലയെ വ്യത്യസ്തമാക്കുന്നതും ജനങ്ങൾ കൂടുതൽ നിങ്ങളോട് ബന്ധപ്പെടുന്നു. കേരളത്തിലെ വാർത്താ ചാനലുകൾ 8-9 വാർത്താ ചാനലുകളുണ്ട്. ഇതിനകത്ത് കേരള വിഷൻ വേണ്ടാന്ന് തീരുമാനിച്ചാൽ ആ വാർത്താ ചാനലില്ല എന്നുള്ളതാണ്. അപ്പോൾ കേരള വിഷനാണ് ശരിക്കും കേരളത്തിലെ ചാനലുകളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചാനലുകളെ ഈ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 5-6 ബ്രോഡ്ബാൻഡ് കമ്പനികളിലൊന്നും എടുത്താൽ അതിലൊന്ന് കേരള വിഷനാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. നമ്മൾ ഇൻഡസ്ട്രീനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒന്നാമത് OTT ആൻഡ് കോഡ് കട്ടിംഗ്. US-ലെ ഏറ്റവും വലിയ വാക്കാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലെ കോഡ് കട്ടിംഗ്. ഒരുപാട് പേര് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് OTT-ലേക്കും. കേബിൾ കട്ട് ചെയ്യുക, OTT-ലേക്ക് മാറിയിരിക്കുകയാണ്. അതിനെ അതിജീവിച്ചിട്ടാണ് കേബിൾ വിഷൻ CO ഇവിടെ വളർന്നിരിക്കുന്നത്. പലപ്പോഴും വളരെ അസൂയയോടെ കേരള വിഷൻ ഞങ്ങൾ നോക്കിക്കാണാറുണ്ട്. കാരണം കേരള വിഷന്റെ വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനവും വളരെ പ്രൊഫഷണലായിട്ടുള്ള സമീപനവും ഈ രംഗത്ത് മറ്റ് കോമ്പറ്റീറ്റേഴ്സിനായാലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയുമെല്ലാം പലപ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന TSP പ്രൊമോ വീഡിയോയുടെ പ്രദർശനവും മന്ത്രി നിർവഹിച്ചു. We are your total solution provider for information communication technology and IT-enabled services and integrated building management systems. We deliver cutting-edge, adaptable solutions tailored to your needs. Our focus is on viable, scalable, and cost-effective solutions that ensure full system connectivity and provide end-to-end digital infrastructure. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. വൻകിട കമ്പനികളിൽ നിന്നുള്ള കടുത്ത മത്സരവും വെല്ലുവിളികളും അതിജീവിച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ കേബിൾ TVയിലേക്കുള്ള പരിവർത്തനം പൂർത്തിയാക്കാൻ സാധിച്ചതായി പ്രവീൺ മോഹൻ പറഞ്ഞു. ഞങ്ങൾ മത്സരിക്കുന്നത് ഏതെങ്കിലും ചെറുകിട മേഖലയിലെ ആളുകളോടല്ല. ഈ രാജ്യത്തിനകത്തെയും പുറത്തെയും വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ് ഞങ്ങളുടെ എതിരാളികൾ. എത്രയോ ലക്ഷക്കണക്കിന് കോടി ടേൺഓവറുള്ള വലിയ റിലയൻസ് പോലുള്ള, അല്ലെങ്കിൽ അതേപോലെ തന്നെ എയർടെൽ പോലുള്ള, റെയിൽടെൽ അതുപോലുള്ള വലിയ വലിയ കമ്പനികൾ, ഭാരതി എയർടെൽ പോലുള്ള വലിയ കമ്പനികൾ. അപ്പൊ അത്തരം കമ്പനികളോട് മത്സരിച്ചുകൊണ്ടാണ് കേരള വിഷൻ ഈ വലിയ നേട്ടത്തിലേക്ക് എത്തിയത്. അത്തരത്തിൽ പല പ്രതിസന്ധികളെയും ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഡിസ്നി കൺട്രി ഹെഡ് കെ മാധവൻ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാന്റ് പ്രഖ്യാപനം KCCL MD PP സുരേഷ് കുമാർ നിർവഹിച്ചു.
ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു. കേബിൾ ഓപ്പറേറ്റർമാർ, ഡിസ്ട്രിബ്യൂട്ടർമാർ, സബ് ഡിസ്ട്രിബ്യൂട്ടർമാർ തുടങ്ങി 1000 കോടി എന്ന നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA, MV ശ്രേയാംസ് കുമാർ, R ശ്രീകണ്ഠൻ നായർ, ആൻഡോ അഗസ്റ്റിൻ, ഫ്രാങ്ക് P തോമസ്, ഷകിലൻ പത്മനാഭൻ, PR സതീഷ്, ശിവകുമാർ R, റെജി S, ബിനു ശിവദാസ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ സന്നിഹിതരായി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.